ഇന്ത്യയിൽ ഒരിടവേളയ്ക്ക് ശേഷം കോവിഡ് കേസുകളിൽ വീണ്ടും വർധന രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 1009 കേസുകളാണ് ഏറ്റവും ഒടുവിൽ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം കേരളത്തിൽ 430 ആക്റ്റീവ് കേസുകളാണ് നിലവിലുള്ളത്. മേയിൽ 2 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല എന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. ജാഗ്രത പാലിക്കണമെന്നും പ്രതിരോധശേഷി കുറഞ്ഞവർ മുൻകരുതൽ സ്വീകരിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിലാണ്. മെയ് 19 ശേഷം രാജ്യത്ത് ആകെ കൂടിയത് 752 കേസുകളാണ്. അതിൽ 305 പേർ രോഗവിമുക്തരാവുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ കോവിഡ് കേസുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കേസുകൾ ഉയർന്നു നിൽക്കുന്നത്. മറ്റു നിരവധി സംസ്ഥാനങ്ങൾ ഇപ്പോഴും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ടില്ല. അതേസമയം ഒമിക്രോണിന്റെ ഉപവകഭേദമായ JN1 വേരിയന്റ് ആണ് ഇപ്പോഴുള്ള കോവിഡ് കേസുകളുടെ വർധനയ്ക്ക് കാരണം. JN1 വേരിയന്റിനെ ആരോഗ്യ സംഘടന ഇതുവരെ ആശങ്കാജനകമായ വകഭേദമായി തരംതിരിച്ചിട്ടില്ല. രോഗലക്ഷണങ്ങൾ നേരിയതും വേഗം സുഖം പ്രാപിക്കുന്നതുമാണ്. ശരീര താപനിലയിൽ നേരിയ വർധന, മൂക്കൊലിപ്പ്, തൊണ്ടവേദന, തലവേദന, ക്ഷീണം എന്നിവയാണ് ലക്ഷണങ്ങൾ. അതേസമയം പ്രായമായവരും കുഞ്ഞുങ്ങളും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരും രോഗികളും പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യമില്ലെങ്കിൽ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. പൊതു ഇടങ്ങളിൽ പോകുമ്പോൾ N95 മാസ്കുകൾ ധരിക്കുകയും വേണം. ഇന്ത്യയിൽ ഒമിക്രോണിന്റെ ഉപവകഭേദങ്ങളായ NB181, LF7 എന്നിവ കണ്ടെത്തിയിട്ടുണ്ട്. പുതിയ വകഭേദങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചൈനയിലും സിംഗപ്പൂർ, ഹോങ്കോങ് എന്നിവിടങ്ങളിലും കോവിഡ് കേസുകളുടെ വർധനയ്ക്ക് കാരണമായ വേരിയന്റുകളാണ് NB181, LF7 എന്നിവ. തമിഴ്നാട്ടിലാണ് NB181 വേരിയന്റിന്റെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഗുജറാത്തിൽ LF7 വേരിയന്റിന്റെ 4 കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും കൂടുതൽ പേരെയും ബാധിച്ചിരിക്കുന്നത് JN1 വേരിയന്റ് ആണ്. ഇവയൊന്നും അപകടകരമായ വകഭേദങ്ങളായി ലോകാരോഗ്യ സംഘടന തരംതിരിച്ചിട്ടില്ല. സാഹചര്യങ്ങൾ ആരോഗ്യ വിദഗ്ധർ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ്. പുതിയ ഉപവകഭേദങ്ങൾ ഇതുവരെ ആശങ്ക സൃഷ്ടിച്ചിട്ടില്ലെങ്കിലും തുടർച്ചയായ ജാഗ്രത വേണമെന്നാണ് ലോക ആരോഗ്യ സംഘടനയുടെ നിർദ്ദേശം. അതേസമയം ശരീര താപനിലയിൽ നേരിയ വർധന, തൊണ്ടവേദന, ചുമ, മൂക്കൊലിപ്പ്, ദഹന പ്രശ്നങ്ങൾ, ഓക്കാനം, വിശപ്പില്ലായ്മ, തലവേദന, തലകറക്കം, ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്, ക്ഷീണം, പേശിവേദന എന്നിവയൊക്കെയാണ് NB181 ഉപവകഭേദത്തിന്റെ ലക്ഷണങ്ങൾ. എങ്കിലും ഗുരുതരമായ രോഗമോ മരണമോ ഇതുമൂലം ഉണ്ടാകില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. മിക്ക കേസുകളും വീട്ടിൽ തന്നെ കൈകാര്യം ചെയ്യാവുന്നതുമാണ്. പുതിയ NB181 വകഭേദത്തിനെതിരെയുള്ള കോവിഡ് വാക്സിനുകൾ നിലവിൽ ഫലപ്രദമാണെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. ഗർഭിണികൾ, കൊച്ചുകുട്ടികൾ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വ്യക്തികൾ തുടങ്ങി ഉയർന്ന അപകട സാധ്യതയുള്ളവർ COVID-19 വാക്സിനുകളും ബൂസ്റ്റർ ഡോസുകളും നിർബന്ധമായി എടുക്കണം. ഇതുകൂടാതെ പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ N95 മാസ്ക് ധരിക്കുകയും വേണം. പൊതുഗതാഗതം, ആശുപത്രികൾ, ഷോപ്പിംഗ് മാളുകൾ പോലുള്ള തിരക്കേറിയ സ്ഥലങ്ങളിൽ സന്ദർശനം ഒഴിവാക്കുകയോ മാസ്ക് ധരിച്ച് പോവുകയോ ചെയ്യുക. സോപ്പ് ഉപയോഗിച്ച് പതിവായി കൈ കഴുകുക. ഹാൻഡ് സാനിറ്റൈസറുകൾ ശീലമാക്കുക. തൊണ്ടവേദന, ക്ഷീണം, ഓക്കാനം എന്നിവയൊക്കെ തോന്നിയാൽ പരിശോധന നടത്തുകയും വേണമെങ്കിൽ വൈദ്യസഹായം തേടുകയും ചെയ്യണം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ഐസൊലേഷനിൽ പോകാനും ശ്രദ്ധിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നുണ്ട്. അതേസമയം മെയ് 26 വരെ ഇന്ത്യയിൽ രേഖപ്പെടുത്തിയത് 1009 കേസുകളാണ്. കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം 700-ലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പുതിയ വ്യാപനവുമായി ബന്ധപ്പെട്ട് 7 പേർ കോവിഡ് ബാധിച്ച് മരിച്ചിട്ടുണ്ട്. മെയ് 19 വരെ രാജ്യത്ത് ഒരു കോവിഡ് മരണം മാത്രമേ രേഖപ്പെടുത്തിയിരുന്നുള്ളൂ. എന്നാൽ ഇതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് തന്നെയാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ഡയറക്ടർ ജനറൽ ഡോക്ടർ രാജീവ് ബെഹനും പറയുന്നത്. ഇപ്പോൾ വന്നിട്ടുള്ള കോവിഡ് വേരിയന്റുകൾക്ക് തീവ്രത പൊതുവെ കുറവാണ്. ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ ജാഗ്രത പാലിക്കണം. എപ്പോഴും സജ്ജരായി ഇരിക്കണമെന്നും അദ്ദേഹം പറയുന്നു. തുടക്കത്തിൽ തെക്ക്, പിന്നീട് പടിഞ്ഞാറ്, ഇപ്പോൾ വടക്കേ ഇന്ത്യ എന്നിങ്ങനെയാണ് കേസുകളുടെ വർധനവ് വന്നിരിക്കുന്നത്. ആളുകൾ ഉടനടി പ്രത്യേകിച്ച് നടപടിയൊന്നും എടുക്കേണ്ടതില്ല. എന്നാൽ എല്ലാവരും സാധാരണ മുൻകരുതലുകൾ പാലിക്കണം. ഇപ്പോൾ പ്രത്യേകമായി ഒന്നും ചെയ്യാനില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ബൂസ്റ്റർ ഡോസുകളുടെ ആവശ്യകതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് നിലവിൽ വാക്സിനേഷന്റെ ആവശ്യകത ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യക്ക് വാക്സിനുകൾ നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. ആവശ്യമെങ്കിൽ നമുക്ക് ഏത് വാക്സിനും വേഗത്തിൽ നിർമ്മിക്കാൻ കഴിയും. ഇന്ത്യയിൽ COVID-19 കേസുകളുടെ വർധനവ് ഹോങ്കോങ്, സിംഗപ്പൂർ, ചൈന, തായ്ലാന്റ് തുടങ്ങിയ നിരവധി തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കേസുകളുടെ കുത്തനെയുള്ള വർധനവിന് തുല്യമാണ്. നിലവിൽ ഇന്ത്യയിൽ വന്നിട്ടുള്ള കേസുകൾ വേരിയന്റ് NB181ന്റെ ഒരു കേസും LF7 തരത്തിലുള്ള 4 കേസുകളും കണ്ടെത്തിയിട്ടുണ്ട്.
ഏപ്രിലിൽ തമിഴ്നാട്ടിൽ ഒരു NB181 കേസും മെയ് മാസത്തിൽ ഗുജറാത്തിൽ 4 LF7 കേസുകളുമാണ്. പടിഞ്ഞാറൻ ദക്ഷിണേന്ത്യൻ സാമ്പിളുകളുടെ ജീനോം സ്വീക്വൻസിംഗ് കാണിക്കുന്നത് ഈ പുതിയ വകഭേദങ്ങൾ ഗുരുതരമല്ലെന്നും LF7, XFG, JN1, NB181 എന്നിവ ഉൾപ്പെടെയുള്ള ഒമിക്രോണിന്റെ ഉപവംശപരമ്പരകളിൽ പെട്ടതാണെന്നും ഡോക്ടർ ബെഹൻ പറയുന്നുണ്ട്. ആദ്യത്തെ 3 വകഭേദങ്ങളാണ് കൂടുതൽ റിപ്പോർട്ട് ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മെയ് 19 മുതൽ 26 വരെയുള്ള ആഴ്ചയിൽ കേരളത്തിൽ 430 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മെയ് 19 വരെ ഇത് 95 ആയിരുന്നു. ഈ മാസം 2 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മെയ് 19 കണക്കനുസരിച്ചിട്ട് 56 കേസുകളിൽ നിന്ന് മഹാരാഷ്ട്രയിൽ 209 കേസുകളായി ഉയർന്നു 4 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡൽഹിയിലും കേസുകളുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. മെയ് 19 മുതൽ 26 വരെ ഡൽഹിയിൽ 99 സജീവ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മെയ് 19 വരെ 5 കേസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തീവ്രത കുറഞ്ഞെങ്കിൽ 2025ലും കോവിഡ് നമുക്കിടയിൽ വിലസുകയാണ്. പ്രായമായവരിലും പ്രതിരോധശേഷി ദുർബലരായ പ്രമേഹ രോഗികളിലും ക്യാൻസർ രോഗികളിലും കോവിഡ് ഇന്നും ഭീഷണിയാണ്. അണുബാധയിൽ ഭൂരിഭാഗവും ഗുരുതരമല്ലെങ്കിലും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. ഇത്തവണ മുൻകാല കോവിഡ് ലക്ഷണങ്ങളുമായി ബന്ധമില്ലാത്ത 2 അസാധാരണ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതായി റിപ്പോർട്ടുകളുണ്ട്. കോവിഡ് അണുബാധയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അടിസ്ഥാന കാര്യങ്ങളിലേക്ക് വീണ്ടും മടങ്ങുക എന്നതാണ്. തിരക്കേറിയ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക, കേസുകൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കുക, ശുചിത്വം പാലിക്കുക, രോഗികളുമായി അടുത്ത ബന്ധം ഒഴിവാക്കുക, സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക തുടങ്ങിയവയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്.